ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ് കോമേഴ്സ്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, അതായത് MCOMൻ്റെ തേർഡ് സെമസ്റ്റർ പേപ്പറാണ് നോക്കാൻ പോണത്. ഓൾറെഡി ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തിയറി പ്രോബ്ലം വന്നിട്ട് സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോണത് സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ മെഷർമെൻറ്റാണ്. മെഷർമെൻറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്നൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്, അതൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പാർട്ടിൽ. അപ്പോൾ അത് കാണാത്ത ഒരു പ്ലേലിസ്റ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും ലിങ്ക്. അപ്പോൾ അത് കയറിയിട്ട് നോക്കുക. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി ഈസ് മെഷേർഡ് ബൈ എ സ്റ്റാറ്റിറ്റിക്കൽ മെഷർ കോൾഡ് ബീറ്റ. അതായത് ബീറ്റ എന്ന് പറയുന്നത് സ്റ്റാറ്റിറ്റിക്കൽ മെഷറാണ്. സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റിൻ്റെ സിസ്റ്റമാറ്റിക് റിസ്കുകൾ മെഷർ ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിറ്റിക്കൽ മെഷറിനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത് കേട്ടോ. ബീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡാറ്റ റിക്വയർഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ബീറ്റ ആർ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഓഫ് റിട്ടേൺസ് ഓഫ് ദ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആൻഡ് റിട്ടേൺസ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. ഓക്കെ, അതായത് ഡാറ്റ നമ്മൾ ആവശ്യം, അതായത് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡാറ്റ ഒക്കെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ റിട്ടേൺ, അതായത് ഒരു സെക്യൂരിറ്റിയിൽ നിന്നും ഇൻഡിവിജ്വൽ റിട്ടേൺ കിട്ടുമല്ലോ ഒരാൾക്ക്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റയും പിന്നെ റെപ്രസെൻറ്റേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ റിട്ടേണും, ആ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെഷറുകൾ എന്ന് പറയുന്നത് ഈ രണ്ട് സാധനങ്ങളാണ്. ഇനി ബീറ്റ ഈസ് എ മെഷർ ഓഫ് ദ വോളറ്റിലിറ്റി ഓർ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി ഓർ എ പോർട്ട്ഫോളിയോ ഇൻ എ കമ്പാരിസൺ ടു ദ മാർക്കറ്റ് ആസ് എ ഹോൾ. അതായത് മാർക്കറ്റിനെ എടുത്തുകൊണ്ട് ഈ മെഷറുകൾ, അതായത് കമ്പാരിസൺ ചെയ്യണം. വോളറ്റിലിറ്റി, മാർക്കറ്റ് റിസ്ക്, സെക്യൂരിറ്റി, പോർട്ട്ഫോളിയോ ഇൻ എ കമ്പാരിസൺ, അത് മൊത്തത്തിൽ കമ്പയർ ചെയ്യുന്നതിൻ്റെ മെഷറിനെയാണ് ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നത് എന്താ, ദ സെൻസ് ഓഫ് എ സ്റ്റോക്സ് മാർക്കറ്റ് റിസ്ക് കമ്പാർഡ് ടു ദ ഗ്രേറ്റർ മാർക്കറ്റ്. അതായത് സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് റിസ്കിനെ വലിയൊരു മാർക്കറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ, അതിനാണ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ലെറ്ററിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അത് ഇപ്പം ഇവിടെ എഴുതിയിട്ട് കാണും നിങ്ങൾക്ക്, അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ഗ്രീക്ക് ലെറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ബീറ്റ ഈസ് യൂസ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. അതായത് CAPM ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. CAPMൻ്റെ മോഡലിലാണ് നമ്മൾ ആദ്യമായിട്ട് ബീറ്റ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബീറ്റാൻ്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 1 എന്നാണ്. ദ വാല്യൂ ഓഫ് ബീറ്റ വാല്യൂ ഓഫ് 1 ഈസ് ദ ബെഞ്ച് മാർക്ക്. ഓക്കെ, ഇനി നമ്മളത് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ബീറ്റ ഗ്രേറ്റർ ദൻ 1 എന്ന് പറയുകയാണെങ്കിൽ അതൊരു അഗ്രസീവ് സെക്യൂരിറ്റി ആണെന്നാണ് അർത്ഥം കേട്ടോ. ബീറ്റ അഗ്രസീവ് സെക്യൂരിറ്റി ആവണമെങ്കിൽ ഗ്രേറ്റർ ദൻ 1 ആയിരിക്കണം. The beta of a greater than 1 indicate that the securities price will be more volatile than the market. ഓക്കെ, മാർക്കറ്റിനെക്കാട്ടിലും കൂടുതൽ വോളറ്റൈൽ ആയിരിക്കും സെക്യൂരിറ്റീൻ്റെ പ്രൈസ്. ഇനി ബീറ്റ ലെസ് ദൻ 1 ആണെങ്കിൽ എന്താ, ഡിഫെൻസീവ് സെക്യൂരിറ്റി ആണ് അതിന് പറയുന്നത്. അതായത് 1 മീൻസ് ദാറ്റ് ദ സെക്യൂരിറ്റി വിൽ ബി ലെസ് ദൻ വോളറ്റൈൽ ദൻ ദ മാർക്കറ്റ്. മാർക്കറ്റിനെക്കാട്ടിലും വോളറ്റൈൽ, കുറവായിരിക്കും വോളറ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് റിസ്ക് കുറവായിരിക്കും. ബീറ്റ ഗ്രേറ്റർ ദൻ 1 ആണെങ്കിൽ റിസ്ക് കൂടുതലായിരിക്കും. ഇനി ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ, ന്യൂട്രൽ ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെയാണ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അതായത് എന്താ, സെക്യൂരിറ്റി പ്രൈസ് വിൽ മൂവ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ഒപ്പം തന്നെയായിരിക്കും സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകണ അടുത്തത് ബീറ്റനെ നമുക്ക് മെഷർ ചെയ്യുന്ന 2 മെത്തേഡുകളുണ്ട്. ഒരു മെത്തേഡിൻ്റെ പേരാണ് കോറിലേഷൻ മെത്തേഡ്, റിഗ്രഷൻ മെത്തേഡ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി കോറിലേഷൻ മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബീറ്റ എന്നാണ് കേട്ടോ. ഇതിന് ഈ ബീറ്റ ഈസ് ഈക്വൽ ടു RIM സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ M. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്നത് ബീറ്റ ആണ്. പിന്നെ RIM എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ദ റിട്ടേൺ ഓൺ ദ സെക്യൂരിറ്റീസ് ഷെയർ ആൻഡ് ദ റിട്ടേൺ ഓഫ് ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിൻ്റെ റിട്ടേണും ഷെയറിൻ്റെ റിട്ടേണിനെയാണ് RIM എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് സ്റ്റോക്കിൻ്റെ റിട്ടേണിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M എന്ന് പറയുന്നത് എന്താ, മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ റിട്ടേണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ M എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് ദ റിട്ടേൺ ഓൺ ദ മാർക്കറ്റ്. അതായത് വേരിയൻസ് ഓൺ ദ റിട്ടേൺ ഓൺ ദ മാർക്കറ്റിൻ്റെ റിട്ടേണിൻ്റെ വേരിയൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി പറഞ്ഞല്ലോ, സ്റ്റോക്കിൻ്റെ റിട്ടേൺ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ റിട്ടേണിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എ കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ Y ലിമിറ്റഡ് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ദ കമ്പനീസ് റിട്ടേൺ ആൻഡ് ദ റിട്ടേൺ
on the market is 0.935. The standard deviation of the return on the stock is 14.96. The standard deviation of the return on the market is 10.11. കാൽക്കുലേറ്റ് ബീറ്റ വാല്യൂ. ഓക്കെ, ബീറ്റ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സ്റ്റോക്കിൻ്റെ റിട്ടേൺ തന്നിട്ടുണ്ട്. അതായത് എന്താ, നമ്മുടെ സ്റ്റോക്കിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ റിട്ടേൺ തന്നിട്ടുണ്ട്. എത്രയാണ്? 10.11 ആണ് തന്നിരിക്കുന്നത്. ഇനി റിട്ടേൺ ആൻഡ് ദ റിട്ടേൺ ഓൺ ദ മാർക്കറ്റ്, കമ്പനീൻ്റെ റിട്ടേണും കമ്പനീൻ്റെ മാർക്കറ്റിൻ്റെ റിട്ടേണുമല്ലോ. അതായത് നമ്മുടെ RIM എന്ന് പറയുന്നത് എത്ര? 0.935. അതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്യുക. ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് കിട്ടണത്? ബീറ്റ ഈസ് ഈക്വൽ ടു RIM എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 0.935 ഇൻറ്റു RI എന്ന് പറയുന്നത് എത്ര? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ I എന്ന് പറയുന്നത് 14.96 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M എന്ന് പറയുന്നത് 10.11 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ M. അതായത് 10.11ൻ്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം 102.21 ആണ് കേട്ടോ. അത് ഡയറക്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. ഈസ് ഈക്വൽ ടു എത്രയാണ്? മുകളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് 0.935 ഇൻറ്റു 14.96 ഇൻറ്റു 10.11. അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ട് ചെയ്യുക. 14.96 ഇൻറ്റു 10.11 ചെയ്യുന്ന സമയത്ത് ഒരു ഉത്തരം കിട്ടും. അതിൻ്റെ കൂടെ 0.935 ചെയ്യുന്ന സമയത്ത് 141.41 ആണ് മുകളിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 102.21 ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് ബീറ്റാൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്? 1.384 ആണ് നമ്മുടെ ഈ ബീറ്റാൻ്റെ വാല്യൂ. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ബീറ്റാൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതാണ്. അപ്പോൾ ഇതെന്താ? 1ൻ്റെ കാട്ടിലും ഗ്രേറ്റർ ദൻ ആണ് അല്ലേ? ബീറ്റ ഗ്രേറ്റർ ദൻ 1 ആയതുകൊണ്ട് എന്താണ് നമ്മളിവിടെ പറയണത്? അഗ്രസീവ് ആയിട്ടുള്ള സെക്യൂരിറ്റി ആണല്ലേ ഇത്. ബീറ്റ 1 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീറ്റ ഗ്രേറ്റർ ദൻ 1 എന്ന് പറയുന്നത് അഗ്രസീവ് സെക്യൂരിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ റിസ്ക് കൂടുതലായിരിക്കും. ബീറ്റ ഗ്രേറ്റർ ദൻ 1 ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇവിടെ റിസ്ക് കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. 2 മെത്തേഡുകളാണെന്ന് പറഞ്ഞു. ഒന്ന് കോറിലേഷൻ മെത്തേഡ്, രണ്ടാമത്തത് റിഗ്രഷൻ മെത്തേഡ്. ഓക്കെ, റിഗ്രഷൻ മെത്തേഡിൽ എന്താ പറയണത്? ദിസ് മെത്തേഡ് റെപ്രസെൻറ്റ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ലീനിയർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് റിഗ്രഷൻ മെത്തേഡ്. അതിൽ 2 വാല്യൂസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാല്യൂസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ പറയുന്നതാണ് ആൽഫയും ബീറ്റയും. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആൽഫ മെഷർ ദ ചേഞ്ചസ് ഇൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ചേഞ്ചിന് റെസ്പോൺസ് ആയിട്ട് തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ചേഞ്ച് ആവുന്നത്. അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആൽഫ. ഇനി ബീറ്റ എന്ന് പറയുന്നത് എന്താ? വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ബീറ്റ മെഷർ ദ വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈവൻ വെൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഹാസ് എ 0 വാല്യൂ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് വാല്യൂ ഉണ്ട്, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് എന്താ 0 വാല്യൂ. അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താ? ബീറ്റയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിന് രണ്ടിനും ഇക്വേഷൻ ഉണ്ട് കേട്ടോ. റിഗ്രഷൻ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എത്ര? y ഈസ് ഈക്വൽ ടു ആൽഫ. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫ കേട്ടോ. ആൽഫ പ്ലസ് ബീറ്റ എക്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ y എന്ന് പറയുന്നത് എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ റെസ്പോൺസ് സ്പെസിഫിക് സെക്യൂരിറ്റീൻ്റെ പ്രൈസിലെ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് y ഉപയോഗിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ചിനെയാണ് നമ്മൾ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നോക്കി വെക്കണം കേട്ടോ. ഇനി ആൽഫ ഈസ് ഈക്വൽ ടു ഇൻ്റർസെപ്റ്റ് ഓഫ് റിഗ്രഷൻ ലൈൻ. റിഗ്രഷൻ ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ആൽഫ ആൻഡ് ബീറ്റ. അപ്പോൾ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ് ഈക്വൽ ടു എത്രയാണ്? നമ്മൾ ആൽഫ ഈസ് ഈക്വൽ ടു y ബാർ മൈനസ് ബീറ്റ എക്സ് ബാർ. ആ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ വാല്യൂ കിട്ടും. ഇനി ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ. ഓക്കെ, ഈ ഇക്വേഷൻ 2 എഴുതി വെക്കാം കേട്ടോ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മന്ത്ലി റിട്ടേൺ ഡാറ്റ ഇൻ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത് ഫോർ CIPL സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏതിനാണ് നമ്മൾ സ്റ്റോക്ക് പറയണത്?
സെക്യൂരിറ്റി, അതായത് വൈനാണ് കേട്ടോ നമ്മൾ സ്റ്റോക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ്, അതായത് BSE ഇൻഡെക്സിനെ നമ്മൾ എത്ര റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എക്സ് ആണെന്ന് പറഞ്ഞിട്ട്. ഫോർ 12-month period are given below. Calculate beta under correlation method and regression method. രണ്ട് മെത്തേഡിലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. ഇത് നമുക്ക് എന്താണ് പാർട്ടായിട്ട് ക്വസ്റ്റ്യനിൽ എസ്സേയിലായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കി വെക്കണം, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുക. ഇവിടെ നമുക്ക് മന്ത് തന്നിട്ടുണ്ട്, 12 month ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് CIPL സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ Y വാല്യൂ. ആൻഡ് BSE ഇൻഡെക്സ് എന്ന് പറയുന്നത് X വാല്യൂ. ഓക്കെ, ഇതെല്ലാം വായിക്കാം. സ്റ്റോക്കിൻ്റെ പറഞ്ഞ ഫസ്റ്റ് മന്തിൽ എത്രയാണ് 10.27, സെക്കൻഡ് മന്ത് എത്ര 9.31, തേർഡ് മന്ത് 6.73, 5.68, 2.60, 2.86, 2.78, 3.84, -6.51, -23.42. 11th മന്തിൽ വന്നിട്ട് 0, 12th മന്തിൽ എത്ര 6.64. ഇനി ഇൻഡെക്സ് BSE ഇൻഡെക്സ് ഫസ്റ്റ് മന്ത് 11 ആൻഡ് സെക്കൻഡ് മന്ത് വന്നിട്ട് 3.69, തേർഡ് 4.20, -4.93, 3.05, 5.88, 3.74, 2.63, -2.10. 9 മന്ത്. 10 മന്തിൽ വന്നിട്ട് -21.35, 11th മന്തിൽ -4.55, ലാസ്റ്റ് മന്തിൽ വന്നിട്ട് 2.8 ആണ് നമ്മുടെ ഇൻഡെക്സ്. ഓക്കെ, ഇനി കോറിലേഷൻ മെത്തേഡിൽ നമുക്ക് ഇക്വേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഈ മുകളിൽ നമ്മൾ ഇൻഡെക്സിൻ്റെയും സ്റ്റോക്കിൻ്റെയും വാല്യൂസ് താഴേക്ക് നമ്മൾ എഴുതി വയ്ക്കുക, ഡയറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് എന്ന് പറയുന്നത് Y വാല്യൂ ആണ്, ഇൻഡെക്സ് എന്ന് പറയുന്നത് X വാല്യൂ ആണ്. ഓക്കെ, ഇനി ഈ വൈൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അതായത് 10.27 സ്ക്വയർ എത്രയാണ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 105.47. രണ്ടാമത്തത് 9.31 ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ക്വയർ 86.68 ആണ് കിട്ടുന്നത്. തേർഡ് വൺ 6.73 ചെയ്യുന്ന സമയത്ത് 45.29. അങ്ങനെ മൊത്തം എല്ലാതും കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ക്വയറും കണ്ടുപിടിക്കണം. അതായത് 11ൻ്റെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുക 121 ആണ് കിട്ടുന്നത്. ആൻഡ് രണ്ടാമത്തെ 3.69 ചെയ്യുന്ന സമയത്ത് 13.62, 4.20 ചെയ്യുന്ന സമയത്ത് 70.64, -4.93 ചെയ്യുന്ന സമയത്ത് 24.30. അത് ബാക്കി നിങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. പിന്നെ ഈ എക്സും വൈയും, അതായത് CIPL സ്റ്റോക്ക് ഇൻറ്റു BSE ഇൻഡെക്സ്, അതായത് എക്സ് ഇൻറ്റു വൈ നമ്മൾ ചെയ്യുക. അപ്പോൾ എത്രയാണ് 11 ഇൻറ്റു 10.27 ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് കിട്ടുന്നത് 112.97. ഓക്കെ, ഇനി അടുത്തത് 3.69, എക്സ് വാല്യൂ രണ്ടാമത് 3.69 ഇൻറ്റു 9.31 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക 34.35 കിട്ടും. ഇനി അടുത്തത് 4.20 ഇൻറ്റു 6.73 ചെയ്യുന്ന സമയത്ത് 28.27. അങ്ങനെ മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എക്സ് ഇൻറ്റു വൈ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി ടോട്ടൽ സിഗ്മ XY എത്രയാണ് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ 725.11 ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ Y സ്ക്വയറിൻ്റെയും X സ്ക്വയറിൻ്റെയും സിഗ്മ കണ്ടുപിടിക്കണം. ഓക്കെ, വൈൻ്റെ സിഗ്മ ചെയ്യുന്ന സമയത്ത് 20.78, എക്സിൻ്റെ സിഗ്മ പറയണത് 4.06, Y സ്ക്വയറിൻ്റെ സിഗ്മ 942.08 ആണ്. എക്സ് സ്ക്വയർ 730.12 ആണ്. ഈ വാല്യൂസ് എല്ലാം നമ്മൾ നോക്കി വയ്ക്കുക. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വാല്യൂസ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ് R = n സിഗ്മ XY മൈനസ് സിഗ്മ X ഇൻറ്റു സിഗ്മ Y ഡിവൈഡഡ് ബൈ റൂട്ട് n സിഗ്മ X സ്ക്വയർ മൈനസ് സിഗ്മ X ഓൾ സ്ക്വയർ റൂട്ട് n സിഗ്മ Y സ്ക്വയർ മൈനസ് സിഗ്മ Y ഓൾ സ്ക്വയർ. ഈ ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, പിന്നെ QT അതിലൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ആ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. അതായത് എത്ര നമുക്ക് മന്ത് എന്ന് പറയുന്നത് 12 മന്താണ് പറഞ്ഞത്. അപ്പോൾ n = എത്രയാണ് നമുക്ക് 12 ആണ് കിട്ടുന്നത്. ഇനി സിഗ്മ XY എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മ XY എന്ന് പറയുന്നത് 725.11 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 12 ഇൻറ്റു 725.11 മൈനസ് സിഗ്മ X എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത് 4.06 ഇൻറ്റു സിഗ്മ Y എന്ന് പറയുന്നത് 20.78 ഡിവൈഡഡ് ബൈ n സിഗ്മ X സ്ക്വയർ. ഓക്കെ, n എത്രയാണ് നമ്മൾ 12 ആണെന്ന് പറഞ്ഞു. സിഗ്മ X സ്ക്വയർ നമ്മൾ നോക്കാം, ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 730.12
മൈനസ് എത്രയാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 4.06 സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി വൈൻ്റെ എൻ എത്ര 12 ഇൻറ്റു വൈ സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ എത്ര സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ 942.08. ഓക്കെ, വൈ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ, സിഗ്മ വൈ ഓൾ സ്ക്വയർ എത്രയാണ് 20.78 ചെയ്തിട്ട് ഓൾ സ്ക്വയർ നമ്മൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി ആദ്യത്തെ നമ്മൾ ഇക്വേഷൻ, അതായത് 12 ഇൻറ്റു 725.11 ചെയ്യുന്ന സമയത്ത് 8701.33 മൈനസ് 4.06 ഇൻറ്റു 20.78 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 84.37 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി താഴത്ത് നമ്മൾ ഇത് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 8761.41 മൈനസ് 16.48 അതിൻ്റെ റൂട്ടും. ഓക്കെ, ഇനി എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ചെയ്യുന്ന സിഗ്മ വൈ ഓൾ സ്ക്വയർ ചെയ്യുമ്പോൾ 11,340.96 മൈനസ് 431.81 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി 9,701.33 മൈനസ് 84.37 ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് കിട്ടുന്നത് 8,616.96 ഡിവൈഡഡ് ബൈ എത്രയാണ് ലാസ്റ്റ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ഇത് എക്സ് സിഗ്മ എക്സിൻ്റെയും സിഗ്മ വൈൻ്റെയും മൊത്തം റൂട്ടിൻ്റെ ചെയ്തത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണ് 8,744.93 ഇൻറ്റു 1,873.15 ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടണത്. അത് നമ്മൾ റൂട്ടും കൂടി ചെയ്ത് വരുമ്പോൾ നമുക്ക് 1,751.50 ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഇനി അത് നമ്മൾ സാധാ മൾട്ടിപ്ലൈ ഡിവൈഡഡ് ബൈ ചെയ്തിട്ട് കിട്ടുന്ന സമയത്ത് ആർ ഈസ് ഈക്വൽ ടു, അതായത് കോഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് 0.88 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അത് നമ്മൾ നോക്കി വയ്ക്കുക. അതായത് നമ്മുടെ ബീറ്റ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, RIM സിഗ്മ ഐ സിഗ്മ എം ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ എം അത് പറഞ്ഞല്ലോ. അതിലേക്ക് ഈ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അത് നമുക്ക് ചെയ്യാം. എത്രയാണ് എൻ എന്ന് പറയുന്നത് 12 ആണ്, എക്സ് സ്ക്വയർ സിഗ്മ എന്ന് പറയുന്നത് 730.12 ആണ്, സിഗ്മ എക്സ് സ്ക്വയർ 4.06 സ്ക്വയർ ചെയ്യുക. ആൻഡ് എൻ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, അതായത് 12 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 144 കിട്ടും. ഓക്കെ, ഇനി അത് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അത് റൂട്ടും കൂടി കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ BSc ഇൻഡെക്സ് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സിൻ്റെ കിട്ടുന്നത് എത്രയാണ് 7.79 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ചെയ്യുക. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് എത്രയാണ് എൻ എന്ന് പറയുന്നത് 12 ആണ്, വൈ സ്ക്വയർ എന്ന് പറയുന്നത് 942.08 മൈനസ് 20.78 സ്ക്വയർ ആണ് നമ്മുടെ സിഗ്മ വൈ സ്ക്വയർ. എൻ എന്ന് പറയുന്നത് സ്ക്വയർ ചെയ്യുമ്പോൾ 12 സ്ക്വയർ ഈസ് ഈക്വൽ ടു 144. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത് 8.69 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കിനി ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ, എളുപ്പമല്ലേ. ബീറ്റ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബീറ്റ ഈസ് ഈക്വൽ ടു RIM, അതായത് നമ്മൾ കണ്ടുപിടിച്ചു ആറ് കണ്ടുപിടിച്ചത് എവിടെയാണ്, ആറ് കണ്ടുപിടിച്ചുള്ളൂ 0.88 ആണ് നമ്മുടെ ആർ വാല്യൂ. അത് ചെയ്യുക, അത് ഇൻറ്റു 7.79 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഐ, ഇതാണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ BSc ഇൻഡെക്സിൻ്റെ ആണ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഐ എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡിവിഷൻ എം പറയുന്നത് 8.69, അപ്പോൾ 7.79 സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഐ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ എം പറയുന്നത് 8.69 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡിവിഷൻ സ്ക്വയർ എം, അതായത് 8.69 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 16.68 ആണ് നമുക്ക് കിട്ടുന്നത്, ഈസ് ഈക്വൽ ടു 59.57 ഡിവൈഡഡ് ബൈ 60.68 ഈസ് ഈക്വൽ ടു എത്ര ബീറ്റ വാല്യൂ. ബീറ്റ വാല്യൂ നമ്മൾ എത്രയാണ് കിട്ടുന്നത് 0.99 ആണ് കോറിലേഷൻ ഇക്വേഷൻ പ്രകാരം നമ്മുടെ ബീറ്റ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി കഴിഞ്ഞു കേട്ടോ. ഇനി റിഗ്രഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. റിഗ്രഷൻ മെത്തേഡിൻ്റെ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീറ്റ ഈസ് ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ. ഓക്കെ,
അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിഗ്രഷൻ മെത്തേഡിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ മുകളിൽ ചെയ്ത അതേമാതിരി തന്നെ ചെറിയ റൂട്ടിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡയറക്റ്റ് പെട്ടെന്ന് ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമിനൊക്കെ വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എത്രയാണ് n എന്ന് പറയുന്നത് 12 ആണ്, എക്സ് സിഗ്മ വൈ എന്ന് പറയുന്നത് 725.11 ആണ്, പിന്നെ സിഗ്മ എക്സ് പറയുന്നത് സിഗ്മ വൈ അത് രണ്ടും ഇടുക. അതായത് 4.06 ഇൻറ്റു 20.78 ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് 12 ഇൻറ്റു എക്സ് സ്ക്വയർ 730.12 മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 4.06 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് റിഗ്രഷൻ മെത്തേഡിൽ ഇക്വേഷനിൽ ഉത്തരം അതായത് ബീറ്റ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 0.99 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കോറിലേഷൻ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തപ്പോഴും റിഗ്രഷൻ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോഴും നമ്മുടെ ബീറ്റ വാല്യൂ എന്താ സെയിം ആണ് അല്ലേ. ബീറ്റ വാല്യൂ രണ്ടിലും സെയിം ആണ്. അതായത് ലെസ് ദെൻ 1 ആയതുകൊണ്ട് തന്നെ എന്താണ് അത് എന്താ റിസ്ക് കുറവാണ്. ബീറ്റ വാല്യൂ ലെസ് ദെൻ ഇതായി കഴിഞ്ഞാൽ റിസ്ക് കുറവാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് അസംഷനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇത് സി പാർട്ട് അതായത് എസ് എയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് പഠിക്കുക, ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം ചെയ്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരത് കാണാം. പിന്നെ പ്രോബ്ലം 2 പാർട്ട് 2ലാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലും തിയറി പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് തിയറീസൊക്കെ അതിലുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറഞ്ഞത് മനസ്സിലായിച്ച ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ലൈക്ക് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.